ദിവസം നമ്മുടെ മങ്കിക്കുട്ടനും ആനിയമ്മയും കൂടെ സൂപ്പ് ഉണ്ടാക്കാണ്. രണ്ടുപേരും രണ്ട് വ്യത്യസ്തമായ സൂപ്പുകളാണ് ഉണ്ടാക്കുന്നത്. മങ്കിക്കുട്ടന്റെ സൂപ്പ് രസമില്ല എന്ന് ആനിയമ്മ പറയുമ്പോൾ ആനിയമ്മയുടെ സൂപ്പ് രസമില്ല എന്ന് അവനും പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് മഴ പെയ്തു, ഇടിവെട്ടി. ഇവരുടെ സൂപ്പിലും ആ ഇടിവെട്ട് തട്ടുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇവരുടെ സൂപ്പ് കളറ് മാറി. മങ്കിക്കുട്ടൻ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ അവന്റെ സൂപ്പ് രസമുണ്ട്, ആനിയമ്മയുടെ രസമുണ്ട്. അത് കുടിച്ചു നോക്കിയപ്പോൾ മങ്കിക്കുട്ടൻ പെട്ടെന്ന് അങ്ങ് വലുതായി, ആനിയമ്മയാവട്ടെ ചെറുതാവാണ് ചെയ്യുന്നത്. ആ വലുപ്പം കൂടുതൽ കാരണം മങ്കിക്കുട്ടൻ എൻജോയ് ചെയ്യുമ്പോൾ വലുപ്പം കുറഞ്ഞ ആനിയമ്മ മരത്തിലൊക്കെ തൂങ്ങി നടക്കുന്നുണ്ട്. കുറേ നേരം അവര് അതും ഇതും പറഞ്ഞ് കളിച്ച് ചിരിച്ച് നടന്നു. ഈ ഒരു രൂപത്തില് രണ്ടുപേരും ഹാപ്പി ആയിരുന്നു. പക്ഷെ പോകെ പോകെ മങ്കിക്കുട്ടൻ നല്ല രീതി വലുതാവാൻ തുടങ്ങി. ആനിയമ്മ ഉറുമ്പിനോളം ചെറുതാവാനും തുടങ്ങി. അവള് കരച്ചിലായി. മങ്കിക്കുട്ടന് സുഹൃത്തു കരഞ്ഞപ്പോ സഹിക്കാൻ പറ്റിയില്ല. അവര് വീണ്ടും ആ സൂപ്പ് ഉണ്ടാക്കാനായി തീരുമാനിച്ചു. രണ്ടുപേരും അങ്ങനെ പഴങ്ങളെല്ലാം പറിച്ചോണ്ട് വന്ന് സൂപ്പ് ഉണ്ടാക്കി. വീണ്ടും മഴ പെയ്യാൻ പോവാണ്. ആനിയമ്മ മങ്കിക്കുട്ടനോട് ഇതിന് വേഗം ഇടിമിന്നൽ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞ് കയ്യിൽ കൊടുത്തു. മങ്കിക്കുട്ടൻ അതുപോലെ ചെയ്തു. അങ്ങനെ ഇത്തവണ മങ്കിക്കുട്ടൻ ഉണ്ടാക്കിയ സൂപ്പ് ആനിയമ്മയും ഉണ്ടാക്കിയ സൂപ്പ് മങ്കിക്കുട്ടനും കുടിച്ചു. അങ്ങനെ അവര് പഴയ പോലായി. ഇപ്പോ മഴയത്ത് നനയാതിരിക്കാൻ കൊടയും ചൂടി ഇരിപ്പാണ്. മഴയെല്ലാം പെയ്തു കഴിഞ്ഞപ്പോ കാട്ടില് നിറയെ ചെളിയായി. മങ്കിക്കുട്ടൻ ചെളിയില് കൈവയ്ക്കും. എന്നിട്ട് ആ കൈപ്പാട് എടുത്തു വെക്കാണ്. ആനിയം അതുപോലെ ചെയ്തപ്പോ വെറും വട്ടം മാത്രം കാണുന്നു. മങ്കിക്കുട്ടനാണെങ്കിൽ കൈവിരലുകളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ മങ്കിക്കുട്ടൻ പറഞ്ഞു, അയ്യേ ഇതിനൊക്കെ ഇങ്ങനെ വിഷമിച്ചാലോ എന്ന്. ശേഷം അവന്റെ മുഖം ആ ചെളിയിൽ കുത്തി അവന്റെ മുഖം ഒരു പ്രിന്റ് എടുത്ത പോലെ മാറ്റി വെക്കാണ്. ആനിയമ്മയും അതുപോലെ ചെയ്തു നോക്കി. എന്നാലും കാര്യം ഉണ്ടായില്ല. അവളുടെ മുഖം ക്ലിയർ ആയി കിട്ടുന്നില്ല. ആനിയമ്മയ്ക്ക് വിഷമായെന്നും കണ്ട് മങ്കിക്കുട്ടൻ ഒരു ഐഡിയ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കളിമണ്ണ് വെച്ച് നമുക്ക് പ്രതിമകൾ ഉണ്ടാക്കിയാലോ? ഇവരുടെ ഈ കളിച്ചിരി കാണാനായിട്ട് ജെറി എന്ന ജിറാഫും റിനു എന്ന റൈനോയും അവിടെ നിപ്പുണ്ടായിരുന്നു കേട്ടോ. ഇത്തവണയും നമ്മുടെ ആനിയമ്മയ്ക്ക് സങ്കടമായി. കാരണം അവൾക്ക് നല്ല രൂപങ്ങൾ ഉണ്ടാക്കാനായി അറിയത്തില്ല. മങ്കിക്കുട്ടൻ അങ്ങനെ അവിടെ നിന്നും ഇവിടെ നിന്നും പറിച്ചെടുത്ത ചായങ്ങൾ എടുക്കാൻ തീരുമാനിച്ചു. ശേഷം ആനിയമ്മയോട് എന്റെ രൂപത്തില് കളിമണ്ണ് തേച്ച് നീ എന്നെ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ അതുകൊണ്ടും കാര്യമുണ്ടായില്ല. ഇവൻ നേരത്തെ എടുത്തു വെച്ച ചായങ്ങൾ വെച്ച് അവിടെയും ഇവിടെയും രണ്ടുപേരും കളറടിക്കാൻ തുടങ്ങി. മങ്കിക്കുട്ടൻ വിരല് വെച്ച് കളറടിച്ച പോലല്ല ആനിയമ്മ ചെയ്തു വെച്ചത്. അവൾ ഒന്നാകെ തുമ്പിക്കൈ വീശി എറിഞ്ഞു. അങ്ങനെ നല്ല ഭംഗിയുള്ള പടങ്ങൾ ഉണ്ടായി. അവര് രണ്ടുപേരും ഒരുപാട് സന്തോഷത്തോടെ ഇരുന്നു. പിറ്റേ ദിവസം നമ്മുടെ മങ്കിക്കുട്ടനെ വിളിക്കാനായി ആനിയമ്മ വന്നു. എന്നാ അവള് ഒളിച്ചിരിക്കുകയാണ്. ആഹാ ഈ കളി കൊള്ളാലോ, നമുക്ക് ഒളിച്ചാൻ പൊത്ത് കളിച്ചാലോ എന്നും പറഞ്ഞ് അവര് ജെറിയുടെ അടുത്തോട്ട് പോയി. അവനും പറഞ്ഞു ശരിയാ നമുക്ക് കളിക്കാം, ഒളിച്ചാൻ പൊത്ത് കളിക്കണ്ട, നമുക്ക് തൊട്ട് കളി കളിക്കാമെന്ന്. അങ്ങനെ ഇത്തവണ മങ്കിക്കുട്ടൻ ഇവരെ പിടിക്കാൻ വരട്ടെ എന്നും പറഞ്ഞ് ആനിയമ്മയും ജെറിയും കൂടെ ഓട്ടത്തിലായി. അപ്പോഴാണ് റിനു വരുന്നത്. ഞാനും കളിക്കാനുണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ മങ്കിക്കുട്ടൻ റിനുവിന് ഈ കളി എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാണ്. നീ ഞങ്ങളെ തൊടണം, അപ്പൊ ഞങ്ങള് കള്ളനാവും, അപ്പൊ ഞങ്ങള് നിങ്ങളെ തൊടാൻ വരും, അങ്ങനെയൊക്കെ. പക്ഷെ റിനുവിന് എത്ര പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാവുന്നില്ല. അവസാനം ഇവരോടുമ്പോ ഇവരെ പിടിക്കാൻ വരലാണ് കളി എന്നത് മനസ്സിലായി. റിനു അങ്ങനെ ഇവരെ പേടിപ്പിച്ച് ഓടിപ്പിക്കുകയാണ്. സത്യം പറഞ്ഞ അവന്റെ ഓട്ടം കണ്ടാല് അവൻ ഇവരുടെ അടുത്തെത്തിയ ഇവരെ കുത്തി മലർത്തും എന്ന് തോന്നും. മങ്കിക്കുട്ടനും ആനിയമ്മയും ജെറിയും ജീവൻ രക്ഷിക്കാൻ എന്ന പോലെ ഓടിക്കൊണ്ടേയിരിക്കുന്നു. റിനു പിന്നാലെയും. അവനൊരു കളി സ്വഭാവക്കാരനാട്ടോ. അങ്ങനെ അവസാനം ഇവന് വന്ന് തൊടുമ്പോ ശരിക്കങ്ങ് നിന്ന് പതിയെ തൊടുമ്പോ നമ്മുടെ മങ്കിക്കുട്ടൻ അയ്യേ ഇതിനാണോ ഞാൻ പേടിച്ചിരുന്നേന്ന് വിചാരിക്കാണ്. ശേഷം അവൻ കള്ളനായി. ഈ ഓടിക്കളിക്കിടയിൽ ഒരു പുല്ലിനിടയിലൂടെ മങ്കിക്കുട്ടൻ ഓടിയതാണ്. പെട്ടെന്ന് അവന്റെ ശരീരത്തിൽ എന്തോ കറണ്ട് അടിച്ച പോലെ ഇലകളൊക്കെ തന്നെ അവന്റെ ദേഹത്ത് വന്ന് പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പൊ ആനിയമ്മ പറഞ്ഞു നീ അങ്ങോട്ട് മാറി നിൽക്ക, ആ ഇലകളെ ഒക്കെ തന്നെ ഞാനിപ്പോ മാറ്റിത്തരാമെന്ന്. അങ്ങനെ അവള് ഇലകൾ ഇവന്റെ അടുത്തോട്ട് പറന്ന് വന്ന് ഒട്ടാൻ നിൽക്കുമ്പോൾ അതെല്ലാം തന്നെ ഊതി പറപ്പിച്ചു. പക്ഷെ ഇലകള് വേറൊരു വശത്തൂടെ വന്ന് ഇവന്റെ ദേഹത്ത് തന്നെ ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനെ തൊടുന്നവർക്കും ഈ ഷോക്കടി പറ്റുന്നുണ്ട്. അങ്ങനെ അവരുടെ ദേഹത്തും ഈ ഒരു കറണ്ട് പോലെ വന്ന് ഇലകൾ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ജെറിക്ക് അങ്ങനെ പറ്റിയപ്പോൾ അവൻ ഓടിപ്പോയി വെള്ളത്തിൽ ചാടി. പെട്ടെന്ന് അവന്റെ ആ ഒരു ഇത് മാറുകയാണ്. അപ്പൊ ആനിയമ്മയ്ക്ക് മനസ്സിലായി വെള്ളം ദേഹത്ത് തട്ടിയാൽ മതിയെന്ന്. ആ സമയത്തേക്ക് മങ്കിക്കുട്ടൻ പോയി നമ്മുടെ ദേശക്കാരനായ ലോട്ടുമുള്ളം പന്നിയുടെ സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാതും നല്ല രീതിയിൽ വൃത്തിയായി സൂക്ഷിക്കുന്ന ലോട്ടു മങ്കിക്കുട്ടനെ ചീത്ത പറയാണ് അവിടേക്ക് ഇല കൊണ്ടുവന്നതിന്.
അപ്പോഴേക്ക് ആനിയമ്മ വന്ന് മങ്കിക്കുട്ടന്റെ ദേഹത്തെ വെള്ളം ഒഴിച്ച് അവന്റെ ആ ഒരു പ്രശ്നം മാറ്റി. പക്ഷെ ഇവനെ തൊട്ടതുകൊണ്ട് ലോട്ടുവിന് ദേ ഇപ്പൊ കറണ്ട് അടിച്ചിരിക്കുകയാണ്. എന്നാൽ അവൻ കാട് വൃത്തിയാക്കാൻ വേണ്ടി ആ പവർ ഉപയോഗിക്കാനും തുടങ്ങി. പിറ്റേ ദിവസം ഇവർക്ക് രണ്ടുപേർക്കും ബ്ലൂബെറി കഴിക്കാൻ ഒരു ആഗ്രഹം. ബ്ലൂബെറിയുടെ മരമാണെങ്കിൽ നല്ല പൊക്കമുണ്ട്, ഹൈറ്റിലാണ് ബ്ലൂബെറി നിൽക്കുന്നത്. മങ്കിക്കുട്ടൻ എന്ത് ചെയ്തു, ആനിയമ്മയോട് അവനെ ഉയരത്തിലേക്ക് തട്ടിവിടാൻ പറയാണ്. അവൾ അങ്ങനെ ചെയ്തതും ഇവൻ വേറൊരു കൊമ്പിൽ പോയിരുന്ന് ആ കൊമ്പൊടിഞ്ഞ് താഴെ വീഴാണ്. പെട്ടെന്ന് ആ കൊമ്പിൽ നിന്ന് വരുന്ന പശ താഴെ വീണ് അതിന്റെ പുറത്തിരുന്ന് നമ്മുടെ ആനിയമ്മ തറയിൽ ഒട്ടിപ്പോയി. മങ്കിക്കുട്ടന്റെ വായിലോട്ടും വായി വരുന്ന ഭാഗത്തോട്ടും ഈ ഒരു കറ വീണിരിക്കുകയാണ്. അങ്ങനെ അവന്റെ വായയെ മുട്ടി താഴെ ഇറങ്ങാനായി ഒരു കമ്പ് വലിച്ചിട്ട് അതുവഴി ഇറങ്ങുമ്പോൾ അതിലും അവൻ ഒട്ടിപ്പിടിച്ചുപോയി. ഇവരെന്തോന്ന് ചെയ്യുന്നതെന്ന് നോക്കാൻ വന്ന ജെറിയും അവിടെ മരക്കറ വീണതിൽ നിന്ന് ഒട്ടിപ്പോവാണ് ചെയ്യുന്നത്. എല്ലാവരും അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ ഇവരെന്തോ കളിക്കുവാണെന്നും കരുതി നമ്മുടെ റിനു അങ്ങോട്ട് വന്ന് ഇവരെല്ലാവരെയും തട്ടിയിടാൻ തുടങ്ങി. അങ്ങനെ ആനിയമ്മയെയും ജെറിയെയും റിനു രക്ഷപ്പെടുത്തി. ഇപ്പോഴും നമ്മുടെ മങ്കിക്കുട്ടൻ തൂങ്ങിക്കിടക്കാണ്. ആനിയമ്മ അവനെയും പിടിച്ചു വലിച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ തുടങ്ങി. ആ സമയത്ത് മരക്കറയുടെ അതേപോലാണ് തേൻ ഇരിക്കുന്നത്. തേൻ കണ്ടിട്ട് പോലും ഇവർ പിന്നെ കഴിക്കുന്നില്ല. ബ്ലൂബെറി ഒക്കെ തന്നെ കയറെല്ലാം അങ്ങനെ അങ്ങ് വിട്ട് ഒടിച്ച് വലിച്ചെടുത്തിട്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തേൻ കഴിച്ചത് നമ്മുടെ ലോട്ടു ആണ്. ലോട്ടു സാധാരണ ഭയങ്കര കലിപ്പനാണെങ്കിലും തേൻ കഴിച്ചപ്പോൾ അവന്റെ സ്വഭാവം ഭയങ്കരമായി മാറി. അവന്റെ ചുമ്മാ കിടന്ന് ചിരിക്കുന്നു. അവൻ ശത്രുത കാണിച്ച് എല്ലാവരെയും വിളിച്ച് ഫുഡൊക്കെ കൊടുക്കുന്നു. പക്ഷെ തേനിന്റെ എഫക്റ്റ് മാറിക്കഴിഞ്ഞാൽ അവന് ദേഷ്യം പിടിക്കും. പിന്നെ തേൻ കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരോടും സ്നേഹത്തിൽ സംസാരിച്ച് അവർക്ക് ചായയൊക്കെ എടുത്തു കൊടുക്കും. അപ്പൊ മങ്കിക്കുട്ടനും ആനിയമ്മയ്ക്കും ഇവൻ എന്തോ പറ്റിയതാണെന്ന് മനസ്സിലായി. അങ്ങനെ ജെറി ആവട്ടെ അവിടെ ഇരുന്ന് ചായ കുടിക്കുമ്പോൾ പെട്ടെന്ന് ഇവന്റെ തേനിന്റെ എഫക്റ്റ് മാറി. മങ്കിക്കുട്ടനും ആനിയമ്മയും ജെറിയോട് ഓടിക്കോടാ എന്ന് പറയുമ്പോഴേക്ക് അവൻ വീണ്ടും തേനെടുത്ത് കഴിക്കുകയാണ്. അപ്പോഴേക്ക് അവൻ പഴയ സ്വഭാവക്കാരനായി. ഇതേ കൂട്ട് തന്നെ ലോട്ടു ഇപ്പോൾ റിനുവിന്റെ അടുത്ത് പോയിട്ട് വാ നമുക്ക് കളിക്കാം എന്ന് പറയാണ്. ആ തേൻ കടിച്ചതുകൊണ്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ റിനു ലോട്ടുവിന്റെ പോലെ ചാടി ചാടി ഈ കാട് അങ്ങോട്ട് കുലുങ്ങാൻ തുടങ്ങി. അങ്ങനെ ലോട്ടുവിന്റെ ഈ തേനൊക്കെ മാറ്റിയിട്ട് കൈപ്പുള്ള എന്തോ സാധനം കൊടുത്ത് അവന്റെ ആ സുഖം മാറ്റി നമ്മുടെ ലോട്ടുവിനെ കൊണ്ടുവന്നെ റിനുവിനെ അവിടെ നിന്ന് അവർ ഓടിപ്പിച്ചു. ഇല്ലെങ്കിലേ ആ കാടിപ്പോ ഇളകി മറിഞ്ഞേനെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സീനിലാണ് നമ്മുടെ മങ്കിക്കുട്ടന്റെയും ആനിയമ്മയുടെയും ഒരു കൊച്ചു എപ്പിസോഡ് അവസാനിക്കുന്നത്. ജംഗിൾ ബീറ്റ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. നമ്മൾ ജംഗിൾ ബീറ്റ് തന്നെയാട്ടോ എപ്പിസോഡ്സ് വൈസ് ആയിട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ കൂട്ടുകാർക്ക് കുറച്ചുകൂടെ എൻ്റർടൈനിങ് ആവാൻ വേണ്ടി ക്യാരക്ടേഴ്സിൻ്റെ പേര് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ കൂട്ടുകാർക്ക് ഈ പേരുകളല്ലാതെ വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻസ് ആയി പറയാട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. കാരണം നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് സജഷനിൽ വരണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ഇടണം കേട്ടോ. അതുപോലെ നമ്മുടെ വീഡിയോ മിസ്സാവാതെ കാണാനായി ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻസ് ആയിട്ട് പറയാം. വീഡിയോ കാണുന്ന കൂട്ടുകാരുടെ പേരുകൾ വീഡിയോക്കിടയിൽ പറയണം എന്നുള്ളവരെ പേരുകൾ കൂടെ കമൻസ് ആയിട്ട് ഇടാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഏത് ടൈപ്പ് വീഡിയോസ് ആണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചുള്ള എപ്പിസോഡ്സ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇത് ജംഗിൾ ബീറ്റ് ആണ്. ഇതിലെ ക്യാരക്ടേഴ്സിന്റെ പേരുകൾ മാറ്റണമെങ്കിൽ അതും കമൻസ് ആയി പറയൂട്ടോ. അപ്പോൾ ടാറ്റാ ബൈ.